കോഴിക്കോട് ബീച്ച് റോഡിൽ റീൽസ് ചിത്രീകരിക്കുന്നതിനിടെ അപകടത്തിൽ യുവാവ് മരിച്ചു. വടകര കടമേരി സ്വദേശി 20-കാരനായ ആൽവിനാണ് മരിച്ചത്. വാഹനങ്ങളുടെ ചേസിംഗ് വീഡിയോ ചിത്രീകരിക്കുന്നതിനിടെയാണ് അപകടം ഉണ്ടായത്. വിവരങ്ങളുമായി ബെൻസൺ ബാബു ചേരുന്നു. ബെൻസൺ, അത്യന്തം ദാരുണമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ അപകടകരമായ ഡ്രൈവിങ്ങുകൾ, അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളൊക്കെ പലപ്പോഴും നമുക്ക് മുന്നിലേക്ക് എത്തുന്നുണ്ട്. അതിപ്പോൾ ഒരു മരണത്തിൽ കലാശിക്കുന്നതിലേക്ക് എത്തിയിരിക്കുകയാണ്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഈ അപകടത്തിന്റെ? ലക്ഷ്മി പത്മ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് രാവിലെ 7 മണിയോട് കൂടിയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നത്. കോഴിക്കോട് വെള്ളയിൽ പോലീസ് സ്റ്റേഷന്റെ മുൻവശത്ത് വെച്ചാണ് യുവാക്കൾ ഇത്തരത്തിൽ റീല് ചിത്രീകരിക്കാനുള്ള ശ്രമം നടത്തുകയും അതിനിടയിൽ അപകടം സംഭവിക്കുകയും യുവാവിന് ദാരുണാന്ത്യം ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. വടകര കടമേരി സ്വദേശിയായിട്ടുള്ള ആൽവിൻ എന്ന 20 വയസ്സുകാരനാണ് ജീവൻ നഷ്ടമായിട്ടുള്ളത്. ഈ യുവാക്കൾ ഇന്നലെ കോഴിക്കോട് നഗരത്തിൽ എത്തുകയും വിവിധയിടങ്ങളിൽ ചിലവഴിക്കുകയും ഇന്ന് രാവിലെ ഇത്തരത്തിൽ റീല് ചിത്രീകരിക്കുന്നതിന്റെ ഭാഗമായി നേരത്തെ സൂചിപ്പിച്ച വെള്ളയിൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ആ മേഖലയിലേക്ക് എത്തുകയായിരുന്നു. അവിടെ ഈ രാവിലെ സമയത്ത് അധികം വാഹനങ്ങൾ ഉണ്ടാവുകയില്ല, വലിയ തിരക്കുണ്ടാകാത്ത ഒരു സ്ഥലമാണ്. അതിനാൽ തന്നെ റീല് ചിത്രീകരണത്തിനായി അത്തരം ഒരു സ്ഥലം തിരഞ്ഞെടുക്കുകയായിരുന്നു. 2 കാറുകളിലായിട്ട് ചേസിംഗ് സീൻ ചിത്രീകരിക്കുകയായിരുന്നു യുവാക്കൾ. അപ്പോൾ ഈ ചിത്രീകരിക്കാനായി ഈ മൊബൈൽ ക്യാമറ ഉപയോഗിച്ച് ഈ ദൃശ്യങ്ങൾ ചിത്രീകരിക്കാനായി ആൽവിനെയായിരുന്നു ഈ സുഹൃത്തുക്കൾ ചുമതലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ ചിത്രീകരണത്തിനിടയിൽ അമിത വേഗതയിലെത്തിയ വാഹനം നിയന്ത്രണം നഷ്ടപ്പെടുകയും യുവാവിനെ തന്നെ ഇടിക്കുകയായിരുന്നു. തുടർന്ന് അപ്പോൾ തന്നെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ ആൽവിനെ പ്രവേശിപ്പിച്ചു. ഏറെ നേരം ശ്രമിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ ബെൻസൺ, ഇവർ തന്നെ ഓടിച്ച വാഹനമാണോ ഇടിച്ചത്? അതെ ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ആൽവിനും സുഹൃത്തുക്കളും എത്ര കുട്ടികൾ ഉണ്ടായിരുന്നു എന്നതിനെ പറ്റി ഒരു വ്യക്തത ഇതുവരെയും വന്നിട്ടില്ല. 2 വാഹനങ്ങളിലായി ഇവർ എത്തിയിരുന്നു. അപ്പോൾ ഇവരുടെ സുഹൃത്തുക്കൾ തന്നെയാണ് വാഹനം ഓടിച്ചിരുന്നത്. ഈ ദൃശ്യങ്ങൾ ചിത്രീകരിക്കാൻ ആൽവിനെ ഇവർ ചുമതലപ്പെടുത്തുകയായിരുന്നു. അപ്പോൾ മൊബൈൽ ക്യാമറ ഉപയോഗിച്ച് ദൃശ്യം ചിത്രീകരിക്കാൻ ആൽവിൻ റോഡിൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ 2 കാറുകളിലായി മറ്റു യുവാക്കൾ അവർ ഇത്തരത്തിൽ വാഹനം ഓടിക്കുകയായിരുന്നു ചെയ്യുന്നത്. അപ്പോൾ ഇതിനിടയിൽ ഈ വാഹനത്തിന്റെ ഡിഫൻഡർ കാറാണ് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് അമിത വേഗതയിലായിരുന്നു. സ്പീഡിലെത്തുകയും യുവാവ് ദൃശ്യം ചിത്രീകരിക്കുന്നതിനിടയിൽ തന്നെ നിയന്ത്രണം നഷ്ടപ്പെട്ട് യുവാവിനെ ഇടിച്ചു തെറിപ്പിക്കുകയുമായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ ഈ യുവാക്കളെയും ഈ വാഹനവും വെള്ളയിൽ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. യുവാക്കളെ ചോദ്യം ചെയ്യുന്നതടക്കമുള്ള മൊഴിയെടുപ്പടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുകയാണ്. എന്നാൽ മാത്രമേ കൂടുതൽ വ്യക്തത വരികയുള്ളൂ. ആ സമയത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവിടെ അധികം മറ്റാളുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല, വാഹനങ്ങൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ യുവാക്കൾ തന്നെയാണ് ആൽവിനെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതും. അപ്പോൾ മറ്റ് ദൃക്സാക്ഷികളോ അങ്ങനെ മറ്റാരും തന്നെ പോലീസിന് ഇതുവരെ ലഭിച്ചിട്ടില്ല. അപ്പോൾ ഈ യുവാക്കൾ നൽകുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇക്കാര്യങ്ങളെല്ലാം വ്യക്തമായിരിക്കുന്നത്. നിലവിൽ ഈ ഒരു അപകടത്തിന്റെ ഭീതിയിൽ കൂടിയാണ് യുവാക്കളുള്ളത്. അതിനാൽ തന്നെ കൃത്യമായിട്ടുള്ള മൊഴിയെടുപ്പ് പോലീസിന് സാധിച്ചിട്ടില്ല. അപ്പോൾ വരും മണിക്കൂറുകളിൽ കൃത്യമായിട്ടുള്ള മൊഴിയെടുപ്പുകൾ ഉണ്ടാകും. അതിനുശേഷം മാത്രമേ എന്താണ് അപകടത്തിന്റെ കൂടുതൽ കാരണം എന്നതിനെ പറ്റി വ്യക്തത വരികയുള്ളൂ. നിലവിൽ പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഈ റീൽ ചിത്രീകരിക്കാനുള്ള ശ്രമം യുവാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് കാറുകൾ അമിത വേഗതയിലായിരുന്നു. അപ്പോൾ ഈ ചിത്രീകരിക്കുന്നതിനിടയിൽ സുഹൃത്തുക്കൾ തന്നെ ഓടിച്ച വാഹനം ആൽവിനെ ഇടിക്കുകയായിരുന്നു. അപ്പോൾ തന്നെ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിച്ചു. പക്ഷേ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. നമുക്കറിയാം ഈ കഴിഞ്ഞ കാലയളവിനിടയിൽ നിരവധി ഇടങ്ങളിൽ, പ്രത്യേകിച്ച് കൊച്ചി അടക്കമുള്ള മേഖലകളിൽ ഇത്തരത്തിൽ ഈ റീൽ ചിത്രീകരിക്കുന്നതിന്റെ ഭാഗമായി വാഹനങ്ങൾ അമിത വേഗതയിൽ ഓടിക്കുകയും അപകടങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്ന കാഴ്ച നിരന്തരമായി കാണുന്നതായിരുന്നു. ഇപ്പോൾ ആദ്യമായാണ് ഇത്തരത്തിൽ കോഴിക്കോട് നിന്നും സമാന രീതിയിലുള്ള ഒരു വാർത്തയും ഒരു അപകട മരണവും സംഭവിച്ചിട്ടുള്ളത്. തുടർ നടപടികൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. കോഴിക്കോട് ബീച്ച് റോഡിലാണ് റീൽസ് ചിത്രീകരിക്കുന്നതിനിടെ യുവാവ് മരിച്ചത്. സുഹൃത്ത് സംഘം റീൽ ചിത്രീകരിക്കാനായി കോഴിക്കോട് ബീച്ച് റോഡിലേക്ക് എത്തുകയായിരുന്നു. എന്നാൽ അവർ തന്നെ ഓടിച്ച വാഹനം ഇടിച്ച്, അവർ ഈ ചേസിംഗ് വീഡിയോ ചിത്രീകരിക്കുന്നതിനിടെ അവർ തന്നെ ഓടിച്ച വാഹനം ഇടിച്ചാണ് ഇപ്പോൾ വടകര കടമേരി സ്വദേശിയായ 20-കാരനായ ആൽവിൻ മരണമടഞ്ഞിരിക്കുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ബെൻസൺ ബാബു.